താടിയും മീശയും നിങ്ങൾക്ക് 3-4 ദിവസം കൊണ്ട് തന്നെ വളർത്തിയെടുക്കുന്ന ഒരു സൂത്രം പറഞ്ഞു തരട്ടെ. ഇതൊരു അടിപൊളി സംഭവമാണ്. ഇതൊരു ക്രീമാണ്. ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കണം. എന്താണ് സംഭവം എന്ന് പറയാം. നമ്മുടെ ക്രീം തയ്യാറാക്കാൻ നല്ലൊരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഡ്രൈ ആയിരിക്കണം. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അലവേറ ജെല്ല് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എടുക്കുന്ന അലവേറ ജെല്ല് കടയിൽ നിന്ന് മേടിച്ചതാണ്. നിങ്ങൾ നാച്ചുറലായിട്ടുള്ള അലവേറ ജെല്ലാണ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അലവേറ ജെല്ല് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ എളുപ്പം സഹായിക്കുന്നതാണ്. അതിലേക്ക് ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്തത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണയാണ്. അതെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ നീരും കൂടി നമുക്ക് വേണം. അതും കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കൊച്ചുള്ളി ആണെങ്കിൽ അതിൻ്റെ നീരാണ് എടുക്കുന്നത് നല്ലത്. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള നീര് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റോസ്മേരി വാട്ടറാണ് വേണ്ടത്. അതായത് നമ്മുടെ റോസ്മേരിയുടെ ആ ഒരു വെള്ളം നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ, റോസ്മേരി വാട്ടർ, അതാണ് വേണ്ടത്. അത് എടുക്കേണ്ടതെന്ന് പറയുന്നത് 1.5 ടേബിൾ സ്പൂണാണ് റോസ്മേരി വാട്ടർ നമുക്ക് വേണ്ടത്. അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കണം. അപ്പോഴത്തേക്ക് ഈ കാണുന്ന ഒരു പരുവത്തിലായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. വിറ്റാമിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്ത് വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളാണ് വേണ്ടത്. അതും കൂടി ചേർത്ത് നല്ല പോലെ നിങ്ങൾ മിക്സാക്കി എടുക്കേണ്ടതാണ്. ഇങ്ങനെ വെക്കാം, അതല്ലെങ്കിൽ ഒരു എയർ കയറാത്ത ഒരു ടിന്നിനകത്തിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഡെയിലി നിങ്ങൾ നൈറ്റ് പുരട്ടണം. ഇപ്പം നിങ്ങൾക്കിപ്പോൾ താടിയാണ് വരണ്ടെങ്കിൽ അവിടെ നിങ്ങൾ താടി വടിച്ചതിന് ശേഷം ഈ ഒരു ക്രീം ഇടുകയാണെങ്കിൽ അത് റോട്ടിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല പോലെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സാധിക്കും. ഇപ്പം മീശ നല്ല തിക്കായിട്ട് വളരണമെങ്കിൽ ഒന്ന് ചെറിയ രീതിയിൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ക്രീം ഇട്ടാൽ മതി. നല്ല പോലെ നിങ്ങൾക്ക് മീശയും വളർത്താം. പിന്നെ പിരിവമാണ് വളർത്തണമെങ്കിൽ ഒന്ന് ത്രെഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ക്രീം ഇട്ട് കൊടുത്താൽ മതി. സംഭവം കിടുവാണ്. ഇത് ഇട്ടിട്ട് നിങ്ങളൊരു മസാജ് കൊടുക്കണം. മസാജ് കൊടുത്തു കഴിയുമ്പോഴാണ് നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ അവിടെ നല്ലപോലെ നടക്കുകയും പിന്നെ കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ നിങ്ങൾ മസാജ് ചെയ്യണം. നോർമൽ രീതി മതി. രാത്രിയിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. രാവിലെ ആകുമ്പോൾ നിങ്ങൾക്ക് കഴുകിയാൽ